ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഭാരങ്ങളധികം വേണ്ടിനി കാരീരും വാണികളേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനെൻ പാദങ്ങൾ വെച്ചിടും നീങ്ങിപ്പോകാത്ത ഭാരമേ എനിക്കായി പിളർന്ന ഭാരമേ എനിക്കായി പിളർന്ന ഭാരമേ. തീരകളലറുമ്പോ തീരം വിട്ടു ഞാൻ പോകുമ്പോ എൻ പടകിൽ ഞാനേലനാ ആശയത്തെന്നു തോന്നുമ്പോ ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. ദുഃഖങ്ങളേറുമ്പോ മാനപീഡകളേറുമ്പോ ക്രൂശിൽ പങ്കപ്പടേറ്റതാ യേശു മാത്രമെന്ന ഭയം മാറിൽ ചേർത്തണച്ചിടും ചേറ്റിൽ നിന്നു ഉയർത്തിടും കാതിൽ സാന്ത്വനമോദിടും കാതിൽ സാന്ത്വനമോദിടും. ദേഹം മണ്ണിലുപേക്ഷിച്ചു പ്രാണൻ പ്രിയനിൽ ചേരുമ്പോ ഓളാന്തരങ്ങൾ താണ്ടിടും
മനസ്സിൽ ഭാരങ്ങളധികം വേണ്ടിനി കാരിരുമ്പാണികളേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനൻ പാദങ്ങൾ വച്ചിടും നീങ്ങിപ്പോകാത്ത പാറമേ എനിക്കായി പിളർന്ന പാറമേ എനിക്കായി പിളർന്ന പാറമേ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, ഇവനും അബ്രാഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധാരാളം വായിച്ചു കേട്ടിട്ടുള്ള ഒരു വേദവാക്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരേക്കുള്ള വാക്യങ്ങൾ. എപ്പിസ്കോപ്പൻ സഭകളിലെല്ലാം പവന കൂദാശ നടത്തുവാനായിട്ട് വരുമ്പോൾ പുരോഹിതൻ വായിക്കുന്ന ഒരു വേദഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരേക്കുള്ള വാക്യങ്ങൾ. സക്കായി യേശുവിനെ കണ്ടെത്തിയ ചരിത്രമാണ് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. സക്കായി ചുങ്കക്കാരി പ്രമാണിയും ധനവാനുമായ ഒരു മനുഷ്യനായിരുന്നു. യേശുക്രിസ്തു അതിലെ വരുന്നുണ്ടെന്ന് ഈ സക്കായി അറിഞ്ഞു. യേശു യെരിഹോവിൽ കൂടി കടന്നു വരുമ്പോൾ ആദ്യം ഒരു കുരുടന് കാഴ്ച കൊടുത്തതിന് ശേഷമാണ് യേശുക്രിസ്തു യെരിഹോവിൽ കൂടി കടന്നു വരുന്നത്. അങ്ങനെ വരുമ്പോൾ യേശുവിൻ്റെ കൂടെ ധാരാളം ശിഷ്യന്മാരും ആൾക്കാരും ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കൂടെ നടക്കുവാനും യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് യേശുക്രിസ്തു ചെയ്യുന്നതായ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനും അങ്ങനെ അനേകം ആളുകൾ യേശുക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വരുന്ന വഴിക്ക് യെരിഹോവിൽ കൂടി കടന്നു വരുമ്പോൾ അവിടെ ഒരു കുരുടന് കാഴ്ച കൊടുത്തത് ആ അത്ഭുതം കണ്ടതുകൊണ്ട് കൂടി ധാരാളം ആൾക്കാർ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഒരു ജാഥ മാതിരി കടന്നു വരുന്ന സമയത്താണ് ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ ഒരു മനുഷ്യൻ, സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ, അയാൾ ചുങ്കം പിരിക്കുന്ന മനുഷ്യനായിരുന്നു. ചുങ്കം പിരിക്കുക എന്ന് പറഞ്ഞാൽ റോമൻ ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് അവിടുത്തെ അനുവാദത്തോടു കൂടി ജനങ്ങളുടെ അടുത്തുനിന്നും ടാക്സ് പിരിക്കുന്നതായ ഒരു സ്വഭാവമാണ്. സർക്കാർ കൊടുക്കുന്നതായ ആ ലൈസൻസ് വെച്ച് ചുങ്കം ഇത്ര പിരിക്കണം എന്നില്ല, സർക്കാരിന് കൊടുക്കാനുള്ള അളവ് കൊടുത്താൽ മതി. പക്ഷേ ബാക്കിയുള്ളത് ഈ ചുങ്കം പിരിക്കുന്ന ആൾക്കെടുക്കാം. അങ്ങനെ ഈ ചുങ്കം സക്കായിക്ക് തോന്നുന്ന രീതിയിൽ ജനങ്ങളുടെ അടുത്തുനിന്ന് പൈസ പിരിച്ചു മേടിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. എന്നാൽ ഈ പൈസ ഇങ്ങനെ മേടിക്കുന്നതിൻ്റെ പേരിൽ സക്കായിയുടെ അനേകം ആൾക്കാർക്ക് എതിർപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ചുങ്കക്കാരെന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് എപ്പോഴും ഒരു അസംതൃപ്തിയാണ്. കാരണം മനുഷ്യരിൽ നിന്നും അതുപോലെ പൈസ പിടിച്ച് മേടിച്ച് ജീവിക്കുന്ന ഒരു ആൾക്കാരാണ് ചുങ്കക്കാർ. പക്ഷേ പ്രത്യേകിച്ചും സക്കായിയോടും ഭയങ്കര ജനങ്ങൾക്കാണെങ്കിലും വളരെ അത്ര ഇഷ്ടമില്ല. വേദോസത്തിൽ അതില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ സക്കായി ഇത്രമാത്രം പൈസ മേടിച്ച് ധനവാനായ ഒരു മനുഷ്യനാണ്, സമ്പന്നനാണ്, കഴിവുള്ള മനുഷ്യനാണ്, എല്ലാം ആണെങ്കിലും ഈ പൈസയെല്ലാം വാങ്ങിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു സമാധാനവും അനുഭവിക്കാൻ ആ മനുഷ്യന് സാധിക്കുന്നില്ല. പൈസയുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും സക്കായിക്ക് ഈ പൈസ ആയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിനൊരു സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ വേദോസത്തിൽ ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ സക്കായിക്ക് എങ്ങനെയെങ്കിലും ഈ നീറുന്ന ഹൃദയവുമായിട്ട്, ഈ സമാധാനമില്ലാത്ത ഹൃദയവുമായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഈ യേശുക്രിസ്തു യെരിഹോവിൽ കൂടി വരുന്നുണ്ട് എന്ന് സക്കായി അറിയുന്നത്. സക്കായി യേശുവിനെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. യേശു പല അത്ഭുതങ്ങൾ ചെയ്യുന്നതും അടയാളങ്ങൾ ചെയ്യുന്നതും യേശുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം സക്കായി കേട്ടിട്ടുണ്ട്. സക്കായിക്ക് അറിയാം യേശുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം,
ഇത്രമാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈ യേശുവിനെ ഒന്ന് കാണണം എന്ന് മാത്രമേ സക്കായിയുടെ ജീവിതത്തിൽ സക്കായിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. സക്കായി പൊക്കത്തിൽ കുറവുള്ള മനുഷ്യനായിരുന്നു. ജനങ്ങൾ എരിഹോയിൽ കൂടി ഇങ്ങനെ നടന്ന് ജാതിയായിട്ട് വരുന്നു. സക്കായി മുന്നോട്ട് പോയി. പക്ഷേ സക്കായിക്ക് യേശുവിനെ കാണണം എന്ന് മാത്രമേ ഉള്ളൂ. യേശു സക്കായിനെ കാണണമെന്നോ മറ്റുള്ള ജനങ്ങൾ സക്കായിനെ കാണണമെന്നോ സക്കായിക്ക് അങ്ങനെ ഒരു ചിന്താഗതിയില്ല. അങ്ങനെ സക്കായി യേശു വരുമ്പോൾ ജനങ്ങളുടെ ഒപ്പം മുന്നോട്ട് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, ഈ യേശു വരുന്നത് കണ്ടിട്ട് സക്കായിക്ക് മറ്റുള്ളവർ സക്കായിനെ കാണരുതെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അത്തി എന്ന് പറയുന്നതായ ഒരു വൃക്ഷം, നമുക്കറിയാം അത്തി ധാരാളം ഇലകളുള്ള ഒരു വൃക്ഷമാണ്, വലിയ ഇലയുള്ളതാണ്. അതുകൊണ്ട് ഈ സക്കായി ഈ അത്തിയുടെ മുകളിൽ കയറിയിരുന്ന് ആരും കാണരുതെന്ന് വിചാരിച്ചാണ് സക്കായി ഇരുന്നത്. പക്ഷേ സക്കായിനെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ട ഒരു ദൈവം ഉണ്ടായിരുന്നു. ആ യേശുക്രിസ്തു വരുമ്പോൾ ഈ സക്കായി അത്തിയുടെ മുകളിൽ ഇരിക്കുകയാണ്. അത്തിയുടെ താഴെ വന്നപ്പോൾ യേശു പറഞ്ഞു, സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവരെ, സക്കായി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല യേശു തന്നെ കാണുമെന്നോ യേശു തന്നെ വിളിക്കുമെന്നോ സക്കായിക്ക് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ അവിടെ അത്ഭുതമായിപ്പോയി. പ്രിയപ്പെട്ടവരെ, സക്കായി പെട്ടെന്ന് ചാടി ഇറങ്ങി വന്നു. അന്നത്തെ ചുങ്കം പിരിച്ച പൈസയുണ്ട്, ചുങ്ക ഓഫീസ് പൂട്ടിയ താക്കോലുണ്ട്, ബാഗുണ്ട്, എല്ലാമായി സക്കായി യേശുവിൻ്റെ അടുത്ത് വന്ന് നിന്നു. ജനങ്ങളെല്ലാം ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. കാരണം ഇത്രമാത്രം ജനങ്ങളെ പിഴിഞ്ഞു മേടിക്കുന്ന ഈ സക്കായി, ജനങ്ങൾക്ക് അത്രമാത്രം ദ്രോഹം ചെയ്യുന്നതായ ഈ മനുഷ്യൻ്റെ കൂടെ ഈ യേശു അവനെ വിളിച്ചിറക്കി അവനുമായിട്ട് സംസാരിക്കുന്നു. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായി. കൂടെ വന്ന പലരും യേശുവിനെ വിട്ട് പിന്തിരിഞ്ഞു പോയി. ദൈവത്തിന് സ്തോത്രം. സക്കായി വിറച്ച് ഈ യേശുവിൻ്റെ അടുത്ത് വന്നു നിന്നു. ആ ദിവ്യ തേജസ്, ആ തേജസ് നിറഞ്ഞ മുഖം കണ്ടപ്പോൾ സക്കായി എല്ലാം മറന്നു. സക്കായി പറഞ്ഞു, യേശുവിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോൾ യേശു പറഞ്ഞു, സക്കായിയെ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ഞാൻ പാർക്കാൻ വരുവാന്ന് യേശു പറഞ്ഞില്ല. യേശു പറഞ്ഞു, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സക്കായി പറഞ്ഞു, യേശുവെ, നീ എൻ്റെ അടുത്ത് വരാൻ, എൻ്റെ വീട് അതിനൊന്നും യോഗ്യമുള്ളതല്ല. നീ എൻ്റെ വീട്ടിലേക്ക് വരാൻ അർഹതയില്ല. ഞാൻ സമ്പാദിച്ചു കൂട്ടിയതും ഞാൻ മേടിച്ചതെല്ലാം വളരെ മോശമായ രീതിയിലുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. സക്കായി പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ വസ്തുവകയിൽ ഞാൻ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ഞാൻ ചതുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി ഞാൻ മടക്കി കൊടുക്കുന്നു. അങ്ങനെ സക്കായിയുടെ ജീവിതത്തിൽ സക്കായി ഒരു പുതിയ തീരുമാനം എടുക്കുക. സക്കായിയുടെ ജീവിതം മാറി. യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സക്കായിയുടെ സ്വഭാവം മാറി, സക്കായി ആള് മാറി. സക്കായി പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ വസ്തുവകയിൽ ഞാൻ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ചതുവായി എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങായി മടക്കി കൊടുക്കുന്നു. സക്കായി ചതുവായിട്ടാണ് കൂടുതലും വാങ്ങിയത്. സക്കായിയുടെ സമ്പത്തിൻ്റെ നല്ലൊരു ശതമാനവും ജനങ്ങളിൽ നിന്നും പിഴിഞ്ഞെടുത്ത, ജനങ്ങളെ വേദനിപ്പിച്ചെടുത്ത, ജനങ്ങളെ കഷ്ടപ്പെടുത്തി മേടിച്ചതായ പൈസയാണ് സക്കായിയുടെ കയ്യിലിരിക്കുന്നത്. സക്കായി പറഞ്ഞു, ഞാൻ ചതുവായി വാങ്ങിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ 4 മടങ്ങായി മടക്കി കൊടുക്കുന്നു. ഈ സമയത്താണ് യേശു പറയുന്നത്, സക്കായിയെ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് എപ്പിസ്കോപ്പൻ സഭകളിലെല്ലാം ഒരു ഭവന കൂദാശയ്ക്ക് വരുമ്പോൾ ഈ വേദവാക്യം വായിക്കുന്നതിൻ്റെ കാരണം, ഒരു ഭവനം കൂദാശ ചെയ്യുമ്പോൾ ഒരു ഭവനത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ ഭവനത്തിൻ്റെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പുരോഹിതൻ വന്ന് കുരിശിട്ട് ആ വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോൾ ഈ സക്കായിക്കുണ്ടായതായ ഈ അനുഭവം ഈ കൂദാശ ചെയ്യുന്ന ഈ ഭവനത്തിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ ഈ ഒരു സക്കായി എടുത്തതായ തീരുമാനം, സക്കായിയുടെ ജീവിതത്തിൽ വന്നതായ ആ അനുഭവം ആ ഭവനത്തിൽ ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വേദവാക്യം വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ എൻ്റെ വീട്ടിൽ ഭവന കൂദാശ നടത്തുന്ന സമയത്ത് ഈ ഏവെങ്കല്യോൻ ഇത് വായിക്കുന്നതിന് മുമ്പ് അച്ഛനൊരു 3-4 മിനിറ്റ് സംസാരിക്കുമായിരുന്നു.
സംസാരിച്ച് പറയും. ഈ വേദവാക്യത്തെ സംബന്ധിച്ചുള്ള രീതിയിൽ അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ സംസാരിക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തണം, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തണം എന്നെല്ലാം പറഞ്ഞതിന് ശേഷമാണ് വീട്ടിൽ ഭവനകൂദാശ നടത്താറുള്ളൂ. അന്നത്തെ കാലത്ത്, ഇപ്പോഴല്ല. പ്രിയപ്പെട്ടവർ, നാം ചിന്തിച്ചു നോക്ക്. യേശുക്രിസ്തു നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ വീട്ടിൽ വസിക്കുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ വീടുകളൊക്കെ കൂദാശ ചെയ്തിട്ടുള്ളതല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ പുരോഹിതൻ വന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൂദാശ ചെയ്ത് ആ വീട് അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് മുദ്രയിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം. ദൈവമേ, എൻ്റെ ഭവനത്തിൽ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടോ? എൻ്റെ ഭവനത്തിൽ ഞാൻ അരുതാത്തതായി സമ്പാദിച്ചതും ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ച് വാങ്ങിച്ചു വെച്ചതുമായ എന്തെങ്കിലും എൻ്റെ ഭവനത്തിലുണ്ടോ എന്ന് ഈ കൂദാശ ചെയ്യുന്നതിന് മുമ്പ് ഈ വീട്ടിലെ ഉടമസ്ഥൻ മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് അനേക ഭവനങ്ങളിൽ കൂടി ഭവനകൂദാശ നടത്തുന്നത് ഒരാഘോഷമായിട്ട് അത്യാവശ്യം സ്വന്തപ്പെട്ടവരെയും കൂട്ടുകാരെയും എല്ലാം വിളിച്ചു വരുത്തി ഭക്ഷണം ഒരുക്കി എല്ലാം സന്തോഷമായിട്ട് മദ്യവും എല്ലാം വിരുന്ന് എല്ലാം ഒരുക്കിയതിന് ശേഷമാണ് ഭവനകൂദാശ നടത്തുന്നത്. അച്ഛൻ ഒരു മുറിയിൽ കുരിശിടുമ്പോൾ അങ്ങേ മുറിയിൽ ഇരുന്നുകൊണ്ട് ഷാജു പറയും, ഇവിടെ നീ എത്ര കണ്ട് കൂദാശ ചെയ്താലും നീ എത്ര കണ്ട് കുരിശിട്ടാലും ഞാനിവിടുന്ന് ഇറങ്ങിപ്പോവുകയില്ല എന്ന് പറയും. കാരണം അതിനകത്ത് മദ്യക്കുപ്പി ഇരിപ്പുണ്ട്. അന്ന് കുടിക്കാനും പിന്നെ കുടിക്കാനും ഉള്ളതായ ധാരാളം മദ്യക്കുപ്പി ആ വീടിൻ്റെ മുറിയിൽ ഇരിപ്പുണ്ട്. കുരിശിട്ടിട്ട് പ്രയോജനമില്ല പ്രിയമുള്ളവരെ. കുരിശിടുന്നത് നല്ലതാ, പക്ഷേ നമ്മുടെ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടതെല്ലാം മാറ്റിയേ പറ്റുള്ളൂ. നമ്മളെ ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. എല്ലാം വിറ്റ് എല്ലാം മാറ്റി എല്ലാത്തിൽ നിന്നൊരു നീക്കുപോക്ക് വരുത്തിയെങ്കിൽ മാത്രമേ ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതായി വരുള്ളൂ. നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം തൊട്ട് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അനന്തരം ഒരുത്തൻ വന്ന് അവനോട്, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചതിന് ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ നല്ല വ്യക്തിയാണ്, നല്ല മാന്യമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. സമൂഹത്തിന് ആരും കുറ്റം പറയുകയില്ല. അവന് യേശുവിനെ ഒന്ന് കാണണമെന്നും ഈ സക്കായിയെ പോലെ എനിക്കും യേശുവിനെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് യേശുവിൻ്റെ അടുത്ത് വന്നിച്ച് പറഞ്ഞു, ഞാൻ നന്മ ചെയ്യുവാൻ ഞാൻ എന്ത് ചെയ്യണം? വായിക്കാം. എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവന് ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ പ്രമാണിക്ക. യേശു അവനോട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നന്മ ചെയ്യുന്ന ഒരുത്തന് മാത്രമേ ഉള്ളൂ, നന്മ ഒന്നേ ഉള്ളൂ. പക്ഷേ നീ കൽപ്പനകളെ പ്രമാണിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം. ദൈവം അവനോട് പറഞ്ഞു. വീണ്ടും, യഹോവ എന്ന് അവൻ ചോദിച്ചതിന് യേശു, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്ന് പറഞ്ഞു. യൗവനക്കാരൻ അവനോട്, ഇവയൊക്കെയും ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയി കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു അവനോട് പറഞ്ഞു, ന്യായപ്രമാണം പ്രമാണിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പ്രമാണിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ ചിട്ടയോടും വളരെ ശിഷ്ടമായിട്ട് വളരെ കൃത്യമായിട്ട് അനുസരിച്ച് വരുന്ന ഒരു കുടുംബത്തിലെ വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞു. അതോ യേശു അവനെ നോക്കിയിട്ട് ഒന്ന് സന്തോഷിച്ചു. ഇത്രയും നന്നായിട്ട് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ഇങ്ങനൊരു വ്യക്തിയുണ്ടോ? അവൻ്റെ മുഖത്തേക്ക് നോക്കി യേശുവിന് വളരെ സന്തോഷമായി. പിന്നെ യേശു അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ സൽഗുണപൂർണനാവാൻ നീ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്കുള്ളതൊക്കെ വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നീ ദൈവത്തിൻ്റെ പിന്നാലെ പോകുവാൻ, നീ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുവാൻ നിൻ്റെ ഹൃദയത്തിൽ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്താണ് യേശു അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യേശുവിനെ സ്നേഹിക്കുവാനും യേശുവിനെ അനുസരിച്ച് ജീവിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നാം
അനുഭവിക്കുന്നതായ എല്ലാ കാര്യങ്ങളിൽ നിന്നും, നാം സന്തോഷിക്കുന്നതായ എല്ലാ കാര്യങ്ങളിൽ നിന്നും, അതിൽ നിന്നെല്ലാം ഉപരിയായി നാം യേശുക്രിസ്തുവിനെ സ്നേഹിക്കണം. യേശുക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ. യേശുക്രിസ്തുവിലാണ് ആശ്രയിക്കേണ്ടത്. യേശുക്രിസ്തുവാണ് ദൈവം. അതിലപ്പുറമായിട്ട് വേറെ നമുക്ക് മുകളിലേക്ക് ഒന്നുമില്ല. പ്രിയമുള്ളവരെ, ഇന്ന് അനേകർ സന്തോഷിക്കുന്നത്, ഇന്ന് അനേകർ ആഗ്രഹിക്കുന്നത് അവരുടെ മക്കളിലാണ്. അവർ പറയും, അവർക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ, എൻ്റെ മക്കൾ പഠിച്ചു, എൻ്റെ മക്കൾക്ക് ജോലിയുണ്ട്, അവർ വിദേശത്ത് ജോലി ചെയ്യുന്നു. ചില ആൾക്കാർ പറയും, ഒരു കുടുംബത്തിലൊരു 5 പേരുണ്ടെങ്കിൽ ആദ്യം ഏറ്റവും വലിയ രീതിയിൽ ജീവിക്കുന്ന മക്കളുടെ പേരേ പറയുള്ളൂ. അവൻ IPS കാരനാണ്, അവൻ IAS കാരനാണ്. അത് പറയാൻ വളരെ സന്തോഷമാണ്, അത് പറയാൻ വളരെ ആഗ്രഹമാണ്. എന്നാൽ ഇവിടെ പറമ്പിൽ ജോലി ചെയ്യുന്ന, റബ്ബർ വെട്ടിയും കഷ്ടപ്പെട്ടും ജീവിക്കുന്ന ആൾക്കാരെ പറ്റി പറയാൻ കാരണന്മാർക്ക് കൂടുതൽ താല്പര്യം കാണിക്കില്ല. എന്നിട്ട് ലാസ്റ്റ് പറയും, ഒരുത്തൻ വീട്ടിലുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുവെന്ന്. അപ്പോൾ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അവൻ ആഗ്രഹിക്കുന്നതും അവൻ ഉയർത്തി കാണിക്കാൻ പറ്റുന്നതും അവൻ്റെ പദവികളാണ്. പക്ഷേ ദൈവം പറഞ്ഞത് എല്ലാം വിൽക്കണം. ഇങ്ങനെയുള്ള നീ ഏതിൽ ആശ്രയിച്ച് നിൽക്കുന്നു? നിൻ്റെ മക്കളിലാണോ നീ ആശ്രയിക്കുന്നത്? അതോ നിൻ്റെ സമ്പത്തിലാണോ നീ ആഗ്രഹിക്കുന്നത്? അല്ല നിൻ്റെ പ്രൗഢിയിലാണോ നീ ആഗ്രഹിക്കുന്നത്? ഇതെല്ലാം വിറ്റെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ പുറകെ പോകാൻ പറ്റുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ പുറകെ ഒരു മനുഷ്യൻ പോകണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും സകലമാനതും വിറ്റ് ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിൻ്റെ പുറകെ പോയെങ്കിൽ മാത്രമേ അവൻ ഒരുക്കിയിരിക്കുന്നതായ ആ നിത്യഭവനത്തിൽ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് യേശു അവനോട് പറഞ്ഞത്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, അതിന് ശേഷം വന്ന് നീ എന്നെ കാണ്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി വളരെ സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. ഇഷ്ടംപോലെ സമ്പത്തുള്ള മനുഷ്യൻ. അതെല്ലാം വിൽക്കാൻ പറഞ്ഞപ്പോൾ അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല യേശു ക്രിസ്തു ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറയുമെന്ന്. കാരണം അവൻ ചിന്തിക്കുന്നത്, അവൻ ന്യായപ്രമാണം മുഴുവൻ പാലിക്കുന്നുണ്ട്, എല്ലാം പാലിച്ചു വരുന്നൊരു മനുഷ്യനാണ്, ഒരു കുറവും അവനെപ്പറ്റി പറയാനില്ല. പക്ഷേ യേശു ക്രിസ്തു അവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ സമ്പത്തിലാണ് അവൻ ആശ്രയിച്ചിരിക്കുന്നതെന്ന് യേശുവിന് എൻ്റെ ഹൃദയത്തെ നോക്കി മനസ്സിലാക്കാൻ സാധിച്ചു. അവൻ്റെ സമ്പത്ത് മുഴുവനും അവൻ്റെ ഹൃദയം മുഴുവനും അവൻ്റെ സമ്പത്തിലാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, അതിന് ശേഷം വന്ന് എന്നെ അനുഗമിക്കുക. പ്രിയപ്പെട്ടവരെ, നാം യേശു ക്രിസ്തുവിനെ അനുഗമിക്കണമെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകണമെങ്കിൽ നാം ഏതിന് കൂടുതൽ വില കൊടുക്കുന്നു, ആ വില കൊടുക്കുന്നതിൽ നിന്നെല്ലാം മാറി നീ യേശു ക്രിസ്തുവിലേക്ക് വന്നെങ്കിൽ മാത്രമേ നിനക്ക് യേശു ക്രിസ്തുവിൽ, ദൈവത്തിൽ ഒരു സമ്പന്നനാവാൻ സാധിക്കുകയുള്ളൂ. ഒരു സമ്പന്നനാവണമെങ്കിൽ നീ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കണം. നമുക്ക് വായിക്കാം, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിക്കോദീമോസ് എന്നൊരു പറഞ്ഞ വ്യക്തി യേശുവിൻ്റെ അടുത്ത് വന്നു. വളരെ പ്രതീക്ഷയോട് കൂടിയാണ് വന്നത്. കാരണം യേശു ക്രിസ്തു നല്ലവനാണെന്നും എല്ലാം അറിയാം. നമുക്ക് വായിച്ചേക്കാം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദീമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. പരീശന്മാരുടെ കൂട്ടത്തിൽ, പരീശന്മാരെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണങ്ങളെല്ലാം പഠിച്ച മനുഷ്യരാണ്, പ്രവർത്തിക്കുന്നവരാണെന്ന് പറയാൻ പറ്റിയില്ല. ന്യായപ്രമാണങ്ങളെല്ലാം അറിയാവുന്നവരാ, എല്ലാം മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ നിക്കോദീമോസ് എന്നൊരു വ്യക്തി യേശുവിനെ കാണാനായിട്ട് ചെന്നു. പക്ഷെ ചെന്നത് വായിച്ച് നമുക്കൊന്നൂടെ കേൾക്കാം. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, രാത്രിയിലാണ് ചെല്ലുന്നത്, പകല് ചെല്ലാൻ പേടിയാണ്. കാരണം പകല് ചെന്ന്, കാരണം ഈ നിക്കോദീമോസ് എന്ന് പറഞ്ഞ വ്യക്തി പരീശനാണ്. കാരണം അവൻ യഹൂദന്മാരുടെ ഒരു പ്രധാനിയായിട്ട് നിൽക്കുന്ന മനുഷ്യനാണ്. ഈ വ്യക്തിക്ക് പകൽ ചെന്നാൽ എല്ലാവരും കാണും, നീ ആ യേശുവിൻ്റെ കൂടെ പോയോ എന്ന് ചോദിക്കും. അന്ന് യേശുവിനെ എല്ലാവരും, അനേകം ആളുകൾ തള്ളിക്കളയുന്ന കാലഘട്ടത്തിലാണ് ഈ നിക്കോദീമോസ് യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്നത്. നിക്കോദീമോസിനറിയാം ഈ യേശു നല്ലതാണെന്നും യേശു കറക്റ്റായിട്ട് ജീവിക്കുന്ന ഒരു പ്രവാചകനാണെന്നും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ചെല്ലുന്നത്. പക്ഷേ പകൽ ചെല്ലുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ആരും അറിയാതെ ചെല്ലണം, രഹസ്യമായിട്ട് ചെല്ലണം. എന്നാൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്ന് നടത്തിയെടുക്കണം, എനിക്ക് ദൈവത്തിൻ്റെ കൂടെ പോകണം. പക്ഷേ ഈ ഈ ഈ സുവിശേഷകരുടെ കൂടെ, ഇവരുടെ കൂടെ പോകാനും അവിടെ പോയി വചനം കേട്ടാൽ എനിക്ക് സമൂഹത്തിൽ വില വിട്ടുപോകുമോ, ഞാൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് വിചാരിച്ച് ഇന്ന് അനേകർ തള്ളിപ്പറയുന്നവരുണ്ട്. അനേകർ, ഞാനൊക്കെ ഭവന സന്ദർശനത്തിന് വേണ്ടി ഓരോ ഭവനത്തിലും കൂടി പോയി യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്ന സമയത്ത് അവർക്കൊക്കെ താല്പര്യമാണ്. ഒരു പ്രാവശ്യം വചനം കേൾക്കാനൊന്ന് വരാമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് താല്പര്യമാണ്. അവരോട് പറയുന്ന വചനങ്ങളൊക്കെ അവർക്ക് വളരെ താല്പര്യമായി കേൾക്കാനായിട്ട്. പക്ഷേ ഓപ്പണായിട്ട്
തുറന്ന സദസ്സിലേക്ക് വരുവാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം ഞാൻ പല സ്ഥലത്തും പല സംഘടനകളിലും ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ഏത് മനുഷ്യനും ഒരേ ഒരു ആയുസ് മാത്രമേ ഉള്ളൂ. ഒരേ ഒരു ആയുസ്. ആ ആയുസ് നിൻ്റെ മരണശേഷം നീ എവിടെ ചെല്ലും? നീ കാണേണ്ടതായ സ്ഥലം, നീ ഇരിക്കേണ്ടതായ സ്ഥലം, ഈ കർത്താവായ യേശുക്രിസ്തു ഇരിക്കുന്ന സ്ഥലത്താണ് നീ ഇരിക്കേണ്ടതെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നീ സമൂഹത്തിനാണ് നീ വില കൊടുക്കുന്നതെങ്കിൽ അവൻ വസിക്കുന്നതായ സ്ഥലത്ത് നിനക്ക് എത്താൻ സാധിക്കില്ല. യേശുക്രിസ്തു വസിക്കുന്നതായ നിത്യസ്വർഗരാജ്യത്തിൽ നിൻ്റെ മരണശേഷം നിനക്ക് എത്തണമെങ്കിൽ നീ ഇവിടെ യേശുക്രിസ്തുവിന് വില കൊടുക്കാതെ, നീ ഇവിടെ യേശുക്രിസ്തുവിനെ മാനിക്കാതെ, നീ ഇവിടെ ദൈവവചനത്തിന് വില കൽപ്പിക്കാതെ, ലോകപ്രകാരം സമൂഹത്തിൽ വലിയവനും സമൂഹത്തിൽ വലിയ പ്രമാണിയുമായിട്ട് നീ ജീവിക്കും. അതിനാണ് നിനക്ക് കൂടുതൽ ആഗ്രഹം. നീ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുവാനും ക്രിസ്തുവിൻ്റെ വചനം പറയുന്നിടത്ത് നിനക്ക് എത്തുവാനും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ സമൂഹത്തിലെ വില പോകും. അതാണ് നിക്കോദെമോസ് വായിച്ചു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിക്കോദെമോസ് യേശുവിനെ അനേക കാര്യങ്ങൾ പറഞ്ഞ് പുകഴ്ത്തിയാണ് പറയുന്നത്. ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ഈ ചെയ്യുന്നതായ അത്ഭുത പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല. സത്യത്തിൽ നിന്നിൽ ദൈവം വസിക്കുന്നു, നീ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് സത്യമാണ്. പക്ഷേ അന്നേരം യേശു ക്രിസ്തു പറഞ്ഞു, നീ പുതിയതായി ജനിക്കണം. നിക്കോദെമോസേ, നീ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞതൊക്കെ ശരിയാ, നീ പുതിയതായിട്ട് ചെയ്യണം. നിൻ്റെ പഴയ സ്വഭാവത്തിൽ നിന്ന് മാറി നീ ഒരു പുതിയ മനുഷ്യനായിട്ട്, നീ ഒരു പുതിയ വ്യക്തിയായിട്ട് നീ വരണം എന്ന് പറഞ്ഞപ്പോൾ നിക്കോദെമോസിന് മനസ്സിലായില്ല. നിക്കോദെമോസ് ചോദിച്ചു, കർത്താവേ, ഞാൻ ഇനി എന്താ, ഇനി അമ്മയുടെ ഉദരത്തിൽ പോയിട്ട് ഒന്നോടെ വന്നോ? ഒന്നോടെ ഇനി പുതുതായിട്ട് ജനിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നിക്കോദെമോസിന് മനസ്സിലായില്ല. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ചെന്നിട്ട് ഒന്നോടെ വരണമോ എന്ന് നിക്കോദെമോസ് ചോദിച്ചു. കർത്താവേ, യേശുക്രിസ്തു അതിൻ്റെ 22 വാക്യം വരെയൊക്കെ നാം വായിക്കുന്നത് മുഴുവനും നിക്കോദെമോസുമായിട്ടുള്ളതായ സംഭാഷണമാണ്. 1 അധ്യായം മുതൽ 21, 22 ആ വാക്യം വരേക്കും വായിക്കുന്നത് മുഴുവനും നിക്കോദെമോസുമായിട്ടുള്ള സംഭാഷണത്തിനെ പറ്റിയാണ്. പക്ഷേ അത്ര കണ്ട് പറഞ്ഞിട്ട് നിക്കോദെമോസിന് ഈ പുതുതായി ജനിക്കുന്നതായ അനുഭവം നിക്കോദെമോസിന് മനസ്സിലായില്ല. വളരെ നിരാശയോടുകൂടി ഒരു കാര്യവും മനസ്സിലാക്കാതെ യേശുവിൻ്റെ അടുത്തുനിന്ന് പോയി. ഇത്രയൊക്കെ സംസാരിച്ചിട്ട്, യേശുക്രിസ്തുവായിട്ട് ഇത്രമാത്രം സംസാരിച്ചിട്ടും ദൈവത്തിൻ്റെ പുത്രനാണെന്നും നീ യഥാർത്ഥമായിട്ട് നല്ല പ്രവാചകനാണെന്നും എല്ലാം നിക്കോദെമോസ് സമ്മതിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തത് മനസ്സിലാക്കുവാൻ, ഒരു പുതിയ ജനനം, നീ വീണ്ടും ജനിക്കണം, പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് വരണം, പുതിയ അനുഭവത്തിലേക്ക് വരണമെന്ന് യേശുക്രിസ്തു പറഞ്ഞപ്പോൾ നിക്കോദെമോസിന് പിടികിട്ടിയില്ല. നിക്കോദെമോസ് പിടികിട്ടാതെ യേശുവിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയി. ഒരാൾ അവൻ്റെ സമ്പത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ദുഃഖത്തോടു കൂടി ഇറങ്ങിപ്പോയി. നിക്കോദെമോസിന് യേശുവിൻ്റെ വചനത്തിൽ മനസ്സിലാക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. എന്നാൽ സക്കായി അങ്ങനെയല്ല. സക്കായി യേശുവിനെ കണ്ടെത്തി യേശുവിൻ്റെ അടുത്ത് തന്നു, ഞാൻ എൻ്റെ വസ്തുവകയിൽ ഞാൻ പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു, ഞാൻ ചതുവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങായി ഞാൻ മടക്കി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. പ്രിയപ്പെട്ടവരെ, സക്കായിക്ക് യേശുവിനെ കണ്ടെത്തി. സക്കായി പ്രതീക്ഷിച്ചല്ല. യേശുവിൻ്റെ ഭവനത്തിലേക്ക് വരുമെന്ന് സക്കായി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അത്ഭുതം നടന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിന് വേണ്ടി സകലതും വിൽക്കുവാൻ സാധിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അനുഗ്രഹങ്ങൾ മാത്രമല്ല സക്കായിക്ക് കിട്ടിയത്, അവൻ്റെ വീട് അനുഗ്രഹിക്കപ്പെട്ടു. അവൻ രക്ഷയിലേക്ക്, നിത്യതയിലേക്ക്, ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് വരാനുള്ള ഒരു അവകാശം കൂടി ദൈവം സക്കായിക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ, എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റാനുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുകളഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ അവൻ വഴിയിലിട്ടേച്ച് പോകുന്ന ദൈവമല്ല. അവൻ കൂടെ ചേർക്കുന്ന ദൈവമാണ്. അവൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ രോഗക്കിടക്കയിൽ നിന്ന് നമ്മുടെ രോഗങ്ങൾ മാറ്റിത്തരുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമുക്ക് എല്ലാം നടത്തി തരുന്ന നസറായനായ ഒരു യേശു
ആ യേശുവിനു വേണ്ടി ജീവിതം സമർപ്പിക്കുക പ്രിയമുള്ളവർ. നഷ്ടമായി പോവുകയില്ല. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചാൽ നഷ്ടമായി പോവുകയില്ല. അവനെല്ലാം 100 മടങ്ങായി നമുക്ക് മടക്കിത്തരും. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് ഈ സക്കായിയുടെ ജീവിതത്തിൽ വന്നതായി ഈ മാറ്റം നമ്മുടെ ജീവിതത്തിലും വരുവാൻ തക്കവണ്ണം നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.